മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1,90,00,000 രൂപ കോഴ നൽകിയെന്ന് സരിത. തോമസ് കുരുവിളയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം വാങ്ങിയത്. 1,10,00,000 രൂപ 2012 ഡിസംബർ 27 ദില്ലിയിൽ വെച്ചും ബാക്കി തിരുവനന്തപുരത്ത് വെച്ചുമാണ് പണം കൈമാറിയതെന്നും സരിത വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിക്കായി ജിക്കുമോൻ 7 കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെന്നും സരിത കൂട്ടിച്ചേർത്തു. സെക്രട്ടേറിയറ്റിൽ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട സരിത സോളാർ പവർ പ്രോജക്റ്റിനെ കുറിച്ച് അറിയിച്ചപ്പോൾ സർക്കാർ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നറിയിക്കുകയും മന്ത്രി ആര്യാടനെ ചെന്ന് കാണാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. ആര്യാടൻ മുഹമ്മദിനോടും പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അനുകൂല പ്രതികരണമുണ്ടായി. നാളുകൾക്ക് ശേഷവും പദ്ധതി നടക്കാതെ വന്നപ്പോഴാണ് മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ PA 2 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടത്. തുടർന്ന് 25 ലക്ഷം രൂപ ആര്യാടന്റെ ഔദ്യോഗിക വസതിയിൽ ചെന്നും 15 ലക്ഷം രൂപ കോട്ടയത്തെ ഒരു ചടങ്ങിൽ വെച്ചും ആര്യാടന് വേണ്ടി PAയ്ക്ക് കൈമാറിയതായി സരിത കമ്മീഷന് മൊഴി നൽകി. ഇതിനിടെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി 7 കോടി രൂപ വേണമെന്ന് ജിക്കുമോൻ ആവശ്യപ്പെട്ടത്. പണം ഡൽഹിയിൽ വെച്ച് കൈമാറാനും ആവശ്യപ്പെട്ടു. ജിക്കുമോൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഡൽഹിയിൽ ചെന്ന സരിത തോമസ് കുരുവിളയെ വിളിക്കുകയും വിജ്ഞാൻ ഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു. തുടർന്ന് ചാന്ദിനി ചൌക്കിൽ വെച്ച് തോമസ് കുരുവിളയുടെ കാറിൽ വെച്ച് 1,10,00,000 രൂപ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈമാറിയതായി സരിത മൊഴി നൽകി. പിന്നീട് തിരുവനന്തപുരത്ത് വീട്ടിൽ വെച്ചും 80 ലക്ഷം രൂപ തോമസ് കുരുവിളയ്ക്ക് കൈമാറി. താൻ പറയുന്നതെല്ലാം പകൽ പോലെ സത്യമാണെന്നും മൊഴി നൽകിയ ശേഷം സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. 1,90,00,000 രൂപ എന്റെ നേരിട്ട് ഉള്ള അറിവിൽ ഞാൻ ഇടപെട്ട് നിന്ന് തോമസ് കുരുവിള മുഖാന്തരം കൊടുത്തതാണ്. ഞാൻ CM-ന് നേരിട്ട് കൊടുക്കാൻ കയ്യിൽ വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല. 2, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറിയുക, ആരെ ഞാൻ ഏൽപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തോമസ് കുരുവിളയുമായിട്ട് ബന്ധപ്പെടാനായിരുന്നു. രാഷ്ട്രീയക്കാരുടെ ഇടപാടുകളൊക്കെ ഒരു വിധത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുക്കാതെ ഈ രാജ്യത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ രീതികൾ മനസ്സിലാക്കിയിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ അറിവില്ല എന്ന് അദ്ദേഹം കൊടുക്കൂ, ശരി ഞാൻ പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ, പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാതെയാണോ പണമെന്ന് പറയുന്നത് മനസ്സിലാക്കാത്തൊരു വ്യക്തിയല്ല. മല്ലേലിൽ ശ്രീധരൻ നായരും താനും ചേർന്ന് മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും സരിത മൊഴി നൽകി. ജിക്കുമോന്റെയും ജോപ്പന്റെയും സലീം രാജിന്റെയും ഫോണിലൂടെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാറുണ്ടായിരുന്നെന്നും സരിത പറഞ്ഞു. ഇതിനു പുറമെ ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ലാൻഡ് ഫോൺ നമ്പറിൽ രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാൻ അവസരം തന്നിരുന്നുവെന്നും സരിത വെളിപ്പെടുത്തി. ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ വിസ്താരം നേരത്തെ പൂർത്തിയാക്കണമെന്ന സരിതയുടെ അപേക്ഷ പരിഗണിച്ച് ഉച്ചയോടെ വിസ്താരം അവസാനിപ്പിച്ചു. സരിതയുടെ വിസ്താരം നാളെയും തുടരും. KM ഉമേഷ്, കൊച്ചി. സരിത പറയുന്നത് കേരളം വിശ്വസിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സരിത ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 2 ലക്ഷത്തിന്റെ ചെക്ക് വരെ മടങ്ങിയതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തനിക്ക് പറയാനുള്ളതെല്ലാം കമ്മീഷന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 1 രൂപയുടെ ആനുകൂല്യം ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഗവൺമെന്റിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ കുറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ എവിടെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? ഈ 3 കാര്യം ഞാനിവിടെ വ്യക്തമാക്കി. 14 മണിക്കൂർ ചോദ്യം ചെയ്തതിനകത്ത് ഒന്നുപോലും അതിനകത്ത് ഇതിന് വ്യത്യസ്തമായിട്ടൊന്ന് പറയാൻ സാധിച്ചിട്ടില്ല. ഒരാനുകൂല്യം കിട്ടാതെ കോടികൾ വാരി വിതറുമോ? ഒന്നും ശരിയല്ല. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പം അവരിപ്പോൾ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് പോലും എനിക്കറിയത്തില്ല. മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെ സരിത S. നായർ സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. ആര്യാടൻ മുഹമ്മദ് 40 ലക്ഷം രൂപ കോഴ കൈപ്പറ്റിയെന്നും മന്ത്രിക്ക് വേണ്ടി PA കേശവനാണ് തുക കൈപ്പറ്റിയതെന്നും സരിത പറഞ്ഞു. എന്നാൽ ആരോപണം ആര്യാടൻ മുഹമ്മദ് നിഷേധിച്ചു. പല കാര്യങ്ങൾക്കും സരിത തന്നെ സമീപിച്ചെങ്കിലും ഒരു കാര്യം പോലും താൻ ചെയ്തു കൊടുത്തിട്ടില്ലെന്നായിരുന്നു ആര്യാടൻ മുഹമ്മദിന്റെ പ്രതികരണം. ടീം സോളാറിന്റെ പദ്ധതികൾക്ക് സർക്കാരിന്റെ അംഗീകാരം ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ആര്യാടൻ മുഹമ്മദിനെ കണ്ടതെന്ന് സരിത സോളാർ കമ്മീഷനിൽ വെളിപ്പെടുത്തി. ആര്യാടന്റെ PA കേശവൻ നിർദ്ദേശിച്ച പ്രകാരം തുക കൈമാറി. 2 കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും വിലപേശലിലൂടെ 75 ലക്ഷമാക്കി കുറച്ചു. PA കേശവന്റെ കൈവശമാണ് തുക കൊടുത്തതെന്നും സരിത വെളിപ്പെടുത്തി. ഞാൻ ജയിലിൽ നിന്നിറങ്ങി 2 വർഷമായി. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് സത്യം പറയുന്നില്ല. ഈ 2 വർഷം എൻ്റെ പ്രതീക്ഷകളാണ്. അതായത് എൻ്റെ കേസുകളെല്ലാം തന്നെ 2.5 കോടി രൂപയുടേതാണ്. ഈ പണം വാങ്ങിച്ച പണം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എങ്കിലും തിരിച്ചു കിട്ടിയാൽ അതിലൊരു 10 കേസുകൾ എനിക്ക് സെറ്റിൽ ചെയ്യാം. എനിക്കും ഒരു കുടുംബമുണ്ട്. കേസും കൊണ്ട് എന്നാൽ ആരോപണങ്ങൾ ആര്യാടൻ മുഹമ്മദ് നിഷേധിച്ചു. സരിത പല കാര്യങ്ങളും തന്നോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു കാര്യം പോലും താൻ ചെയ്തു കൊടുത്തിട്ടില്ല. എന്തിനു വേണ്ടി എനിക്ക് പണം തന്നു, എന്തായിരുന്നു അവരാവശ്യം,
ഞാൻ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. അവർ 2-3 കാര്യം ചോദിച്ചിരുന്നു. ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് പണം തരേണ്ട കാര്യമല്ല എന്ന് മാത്രമല്ല, ഇതുവരെ അതുപോലത്തെ എത്രയോ കഥകൾ സോളാറിനെ പറ്റി പുറത്ത് വന്നു. എനിക്ക് പണം തന്നെന്നുള്ളൊരു കേസ് ഇതുവരെ വന്നിട്ടില്ല. ബാർക്കോഴ ആരോപണത്തിൽ 2 മന്ത്രിമാർ രാജിവെക്കുകയും പുതിയ 2 മന്ത്രിമാർ ആരോപണ വിധേയരാകുകയും ചെയ്തതിനു പിന്നാലെ സോളാർ കേസിൽ ആര്യാടൻ മുഹമ്മദും മുഖ്യമന്ത്രിയും കുടുങ്ങിയതിന്റെ ഞെട്ടലിലാണ് UDF സംവിധാനം ഒന്നടങ്കം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ബിജു രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം തുറന്നു പറഞ്ഞത് തന്റെ ജീവന് ഭീഷണിയാകുമെന്ന് സരിത പറഞ്ഞു. വീണ്ടും പല കാര്യങ്ങൾ മറച്ചു വച്ച് തന്നെയാണ് സരിത ഇന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും മറച്ചുവെച്ചാണ് വീണ്ടും സരിത വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്താത്തത് അത് തൻ്റെ കൂടി വ്യക്തിജീവിതത്തെ ബാധിക്കുമെന്നതിനാലാണെന്നും സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ബിജു രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം തുറന്നു പറയുമെന്ന് നേരത്തെ പലവട്ടം സരിത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ട് സരിത അതൊക്കെ മറച്ചു വെച്ചിരുന്നു. സരിതയെ താൻ കണ്ടിട്ടില്ലെന്നും തനിക്കറിയില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളും ഇപ്പോൾ സരിത ഖണ്ഡിച്ചിരിക്കുകയാണ്. ബിജു രാധാകൃഷ്ണനുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തെക്കുറിച്ച് പറയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കോട്ടയത്തെ കടപ്ലാമറ്റത്ത് വെച്ച് കാണുന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഉമ്മൻചാണ്ടിയെ തനിക്ക് പരിചയമുണ്ടായിരുന്നു. 1,90,00,000 രൂപ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തോമസ് കുരുവിളയ്ക്ക് നൽകിയിട്ടുണ്ട്. പണമിടപാടുകളെല്ലാം ഡീൽ ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയുടെ PA ജിക്കുമോനായിരുന്നു. അതേസമയം സരിതയെ രാത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് മാത്രമാണ് ജിക്കുമോൻ സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയത്. എന്നാൽ 418 തവണ എന്തിന് തന്നെ വിളിച്ചെന്ന് ജിക്കുമോൻ വ്യക്തമാക്കണമെന്നും സരിത ചോദിച്ചു. ഇത്തരത്തിൽ പല തുറന്നു പറച്ചിലും സരിത നടത്തുമ്പോഴും മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണൻ തമ്മിലുള്ള ബന്ധം പറയാത്തത് വീണ്ടും സംശയത്തിനിടയാക്കുകയാണ്. പല ഉന്നതന്മാരും സരിതയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ CD ഉണ്ടെന്ന ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലും അത് തേടിയുള്ള യാത്രയും പിന്നീട് CD അപ്രത്യക്ഷമായതുമൊക്കെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ ഉന്നതന്മാരും തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സരിത വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അത് ആരൊക്കെയെന്ന് പറയാത്തതും സംശയകരമാണ്. അങ്ങനെ വീണ്ടും പലതും മറച്ചുവെച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കൂടി ലക്ഷ്യമിട്ട് ചില കാര്യങ്ങൾ മാത്രം തുറന്നു പറഞ്ഞ് സരിത വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ഇടപെട്ടത് തമ്പാനൂർ രവി. സരിതയും തമ്പാനൂർ രവിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിൾ TV പുറത്തുവിട്ടു. അത് നാളെ എടുക്കുമെന്ന് പറഞ്ഞു. മൊഴി എടുക്കും. മറ്റേ ക്രോസ് വരുന്നത് ബിജുവിന്റെ. മനസ്സിലായി സാറേ. നാളെ രാവിലെയാണ് സാറേ. ഞാൻ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞ് മൊഴി എടുക്കാൻ കയറും. നാളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ നോക്കിക്കോളാം. അല്ലാതെ തന്നെ ഏതോ ഒരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം. ഓക്കെ സാറേ. ശരി സാറേ. ലെറ്റർ സ്റ്റേ ചെയ്തു കൊടുക്കുന്നത്. അത് പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല എന്ന് മറുപടി പറഞ്ഞാൽ പോരെ. അത് നാളെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം സാറേ. ഫോൺ വിളിച്ചാൽ ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഫോണ് ചിലപ്പം അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫോണൊക്കെ ടാപ്പിംഗ് ആയിരിക്കും. കേരള ജനതയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രി നഗ്നനായെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സരിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ച തമ്പാനൂർ രവിയെ അറസ്റ്റ് ചെയ്യണമെന്നും VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. അളമുട്ടിയപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സരിതയുടെ വെളിപ്പെടുത്തലോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ജനതയുടെ മുന്നിൽ നഗ്നനായിരിക്കുകയാണ്. സരിതയെ ഇന്നലെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ജനരക്ഷായാത്ര എന്ന് പേര് നൽകി VM സുധീരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി രക്ഷായാത്ര
ഉടൻ അവസാനിപ്പിക്കണം. സർക്കാരിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് രാജി ആവശ്യപ്പെടണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സരിതയുടെ വെളിപ്പെടുത്തലെന്ന് VM സുധീരൻ പ്രതികരിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് കോടതിക്ക് തുല്യമാണ്. കോടതിയിൽ തെറ്റായ മൊഴി കൊടുത്തതിൻ്റെ പേരിലാണ് രാജൻ കേസിൽ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നത്. അതിന് സമാനമായ ഒരവസ്ഥയാണ് ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പിൽ. ഉമ്മൻചാണ്ടി നൽകിയിട്ടുള്ള മൊഴി എല്ലാം തന്നെ വസ്തുതാവിരുദ്ധമായിരുന്നു. ആര്യാടൻ മുഹമ്മദ് രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി തന്നെ ഇതിൽ പെട്ടുകഴിഞ്ഞ സാഹചര്യത്തിൽ ആര്യാടൻ്റെ പൂർണ്ണ സംരക്ഷകനായി ഉമ്മൻചാണ്ടി മാറും. അതുകൊണ്ട് ഗവർണർ ഇടപെടണം. ഈ അഴിമതി ഗവൺമെൻറ്റിന് എതിരായി ഇവിടെ വന്നിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇത്രയും ഗുരുതരമായൊരവസ്ഥ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ബഹുജന പ്രക്ഷോഭണം ഈ കേരളത്തിൽ സംഘടിപ്പിക്കും. 40 ലക്ഷം വാങ്ങി വെച്ചു എന്നാണല്ലോ പറഞ്ഞത്. ആര്യാടന് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയുണ്ടോ? നമ്മളിവിടെ കാണേണ്ടത് കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നു. കൊടുത്ത സ്ഥലം, തീയതി, സമയം, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, സാക്ഷികൾ, ഇതെല്ലാം ഒന്നിച്ച് നിരനിരയായി സരിത പറയുകയാണ് ചെയ്തത്. അതിഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. നേരിട്ട് ഈ കാര്യങ്ങളിൽ പങ്കുവഹിച്ച വ്യക്തി തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഇനി ഉമ്മൻചാണ്ടിക്ക് ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കാൻ അർഹതയില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള ജനതയുടെ മുന്നിൽ നഗ്നനായിരിക്കുകയാണ്. സരിതയെ ഇന്നലെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ജനരക്ഷായാത്ര എന്ന് പേര് നൽകി VM സുധീരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി രക്ഷായാത്ര ഉടൻ അവസാനിപ്പിക്കണം. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് 13ാം ദിനം പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുന്നു. സാലി മുഹമ്മദ് പാലക്കാട്ട് നിന്നും. സാലി, ഏറ്റവും നിർണായകമായ ദിവസം സരിതയുടെ മൊഴി സോളാർ കമ്മീഷന് മുന്നിൽ. ഇതിനോടൊക്കെ പിണറായി വിജയന്റെ പ്രതികരണം ഏതൊക്കെ തരത്തിലായിരുന്നു? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം ഏതു തരത്തിലെ വിമർശനമാണ് ഇദ്ദേഹം ഉയർത്തിയത്? പ്രദീപ്, നവകേരള മാർച്ച് പ്രയാണം തുടരുന്നതിനിടെയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴാണ് ഓരോ പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് പിണറായി ഓരോ വേദിയിലും പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ സോളാർ കമ്മീഷനിൽ സരിത നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിണറായി പറഞ്ഞത് അതീവ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ മുഖ്യമന്ത്രിയും സർക്കാരും ഉടൻ രാജിവെച്ചൊഴിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയും ഇരുന്നാൽ ഇതിലും മോശമായി പോകും കാര്യങ്ങൾ. അതായത് ധാർമ്മികതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് കോൺഗ്രസ് പാർട്ടി രാജി ആവശ്യപ്പെടണം. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഇക്കാര്യങ്ങളിലൊക്കെ നിലപാട് വ്യക്തമാക്കണം എന്നാണ് പിണറായി പറഞ്ഞത്. ഒരു വ്യവസായം തുടങ്ങാനെത്തിയ ഒരു സ്ത്രീയുടെ പണവും മാനവും കവരുന്ന കൂട്ടരായി ഭരണക്കാർ മാറിയെങ്കിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നും പിണറായി ചോദിച്ചു. ഏതായാലും ഇപ്പോൾ പട്ടാമ്പിയിലെ സ്വീകരണം പൂർത്തിയാക്കി പിണറായി ചെർപ്പളശ്ശേരിയിൽ എത്തിയിരിക്കുന്നു. ചെർപ്പളശ്ശേരിയിൽ അതിവിപുലമായ സ്വീകരണമാണ് പിണറായിക്ക് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ, രാവിലെ തൃത്താല മണ്ഡലത്തിന്റെ ഭാഗമായി കൂറ്റനാടും
തുടർന്ന് പട്ടാമ്പിയിലും അല്പം മുമ്പ് ചെർപ്പളശ്ശേരിയിലും പിണറായി എത്തുകയും ആവേശകരമായ സ്വീകരണം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പിണറായി ചെർപ്പളശ്ശേരിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, സാലി മുഹമ്മദ് പാലക്കാട് നിന്നും. സോളാർ കമ്മീഷന് മുന്നിൽ സരിത എസ് നായരുടെ വെളിപ്പെടുത്തൽ, ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മുഖ്യമന്ത്രിയും അടിയന്തരമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM-ന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച്. കടകംപള്ളി CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് BJP ഒരു കക്ഷി വ്യത്യാസവും കൂടാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാജിയാണ്. മുഖ്യമന്ത്രി രാജിവെച്ച് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറാകണം. സംസ്ഥാനത്തിലെ ബഹുജനങ്ങളെ, യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിലേക്ക് ഈ പ്രക്ഷോഭത്തെ മാറ്റി തീർക്കാൻ ഇടയാക്കരുത്. ഈ ജനകീയ വികാരത്തെ മാനിച്ചുകൊണ്ട് അടിയന്തരമായും ഇന്ന് തന്നെ രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞ് മാറി നിൽക്കാൻ തയ്യാറാകണം എന്ന അഭ്യർത്ഥനയാണ് ഈ പ്രതിഷേധ പ്രകടനം മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകന്മാരെയും അനുഭാവികളെയും CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കൃത്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഖാക്കളെ, കേരളം ലജ്ജിച്ചു തലതാട്ടിയ മണിക്കൂറുകളാണ് കഴിഞ്ഞു പോകുന്നത്. സഖാവ് കടകംപള്ളി സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി